എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടങ്ങാല്ലേ? പക്ഷെ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം. എന്തോ ചോമു നാളെ നാളെ എന്ന് ഇന്ദ്ര ഇഴകാതെ ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. എന്താ പൈലി ഇപ്പൊ ഇങ്ങനെ പോക്ക്? ഞാൻ പോവാ, നാടേ നശിക്കാൻ പോവാ. നീ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. நான் ஒரு குட்டி கதை சொல்லட்டுமா? കേൾക്കാം, നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. Are you saying no or yes? ഇതെന്താണ് നിന്റെ മോന്ത എങ്ങനെ ഇരിക്കുന്നത്? ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയ്. சின்ன வயசுல when my brother and I were kids, என் அண்ணாவோட ரூம் ஃபுல்லா தளபதி போஸ்டர்ஸ் ஒட்டிருப்பாங்க. My appa is giving my brother advice saying that டேய் நீ இப்படி படிச்சாதான் நல்லா பிரைட்டா ஃபியூச்சர் உனக்கு இருக்கும் இப்படி அப்படின்ட்டு. ഇതൊറ്റയടി പാതയാ, ഒരിക്കൽ ഇറങ്ങിയാൽ തിരിച്ചു വരാൻ സാധ്യമല്ല. அது சொல்லிட்டு அப்பா திரும்பி போன உடனே என் அண்ணா எந்திரிச்சு அப்பா கிட்ட சொன்னாரு, நாளை 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 என்று இன்றே இழகாதே, ഇതെന്തിനാ അത്? நீ இன்றே இழகாதே, நீ இன்றே இழகாதே. തമ്പി കീഴിലിറങ്ങ്. And என் அப்பா அப்படியே திரும்பிட்டு ஒரு லுக் கொடுத்துட்டு ஒரு செகண்ட் கூட யோசிக்காம he replied with, നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. இன்றைய விதத்தால் நாளை முளைக்கும் அது நீ மறக்காதே, நீ அதனை மறக்காதே, நீ அதனை மறக்காதே. കഴിഞ്ഞ എങ്ങനെയുണ്ട്? വെരി സ്മാർട്ട്. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. Just number 2 on stage. കടലോളം മണ്ണാക ഒഴിയും തിരയെ ചേർക്കുന്ന കൂട്ടാണു നീ. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്ത് ചേഞ്ച് അത്? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. രജീഷ് പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അത് എനിക്കറിയാം. ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ ഉറക്കം വരുന്നു? അക്കോർഡിംഗ് ടു ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ ബീങ്സ് ആർ എവർ ഇവോൾവിംഗ്. അപ്പം മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കൊന്ന് മനുഷ്യന്മാർക്കുണ്ട്. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. 100% ഞാൻ യോജിക്കുന്നു. അടുത്ത കേസ് വിളിക്കൂ. ടോക്സിക്കിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ഈ വീഡിയോ മാറുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല കാര്യം. കാരണം പ്രത്യേകിച്ച് WCC സമയത്ത്, പ്രത്യേകിച്ച് കസബ പോലൊരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും എഗെയിൻസ്റ്റുമായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് WCCയുടെ വാദം. എന്നാൽ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. തന്നെ WCCയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയെ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു, സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. അതെ, വീഡിയോ എടുത്ത് യൂട്യൂബിലും കൊടുക്കണം. ആള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്, ഒരല്പം ദയ കാണിക്കണം. ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. പരമനാറി പട്ടി കഴിവരടാ മോളെ.
രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. ഇത് മണ്ണ് ഭയങ്കര വില കെട്ട. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ.